നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോതമംഗലം ഇരമല്ലൂരിൽ തുറക്കാൻ താമസിച്ച റേഷൻ കട സസ്പെൻഡ് ചെയ്യാനെത്തിയ താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു കെ തങ്കച്ചൻ മദ്യപിച്ചത് കുരുക്കായി. ജോലി സമയത്ത് മദ്യപിച്ചാണ് എത്തിയതെന്ന് പരിശോധനയിൽ തെളിഞ്ഞതോടെ ഇയാളുടെ പേരിൽ പോലീസ് കേസെടുത്തു. വകുപ്പ് തല അന്വേഷണവും ഉണ്ടാകും. ഇരമല്ലൂർ നമ്പർ 14 ലൈസൻസി CM അലിയാരിന്റെ റേഷൻ കട അരമണിക്കൂർ താമസിച്ച് തുറന്നതിനെ തുടർന്നായിരുന്നു നടപടി. കൃത്യസമയത്ത് തുറക്കാത്തതിന് റേഷൻ കട സസ്പെൻഡ് ചെയ്യാൻ റേഷനിംഗ് ഇൻസ്പെക്ടറാണ് ചൊവ്വാഴ്ച രാവിലെ ആദ്യം എത്തിയത്. ലൈസൻസി ഓർഡർ കൈപ്പറ്റാതിരുന്ന വിവരം അറിയിച്ചതോടെയാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ എത്തിയത്. ഓഫീസർ നടപടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ കടയുടമയും നാട്ടുകാരും മറ്റ് റേഷൻ വ്യാപാരികളും തർക്കവുമായി എത്തി. ജോലി തടസ്സപ്പെടുത്തുന്ന വിവരം ഓഫീസർ പോലീസിൽ അറിയിച്ചു. ഇതിനിടെ നാട്ടുകാർ ഒരാൾ ഓഫീസർ മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയമുയർത്തി. ഇതേ ചൊല്ലിയായി പിന്നീട് തർക്കം. ശാരീരികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ഓഫീസറെ വൈദ്യപരിശോധനയ്ക്കായി റേഷൻ സംഘടന ഭാരവാഹിയുടെ കാറിൽ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ തടഞ്ഞു. തുടർന്ന് നെല്ലിക്കുഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നാട്ടുകാരെത്തിച്ചെങ്കിലും പരിശോധനയ്ക്ക് ഓഫീസർ തയ്യാറായില്ല. തർക്കത്തിനിടെ ഓഫീസർ കാറിൽ നിന്ന് ഇറങ്ങിയോടി. പിന്നാലെ നാട്ടുകാരും ഓഫീസറെ ഓടിച്ചു പിടിച്ച് പോലീസ് സാന്നിധ്യത്തിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധനയിൽ ഷിജു പി തങ്കപ്പൻ മദ്യപിച്ചതായി തെളിഞ്ഞതോടെ പോലീസ് അധികൃതർക്ക് റിപ്പോർട്ട് കൈമാറി. വകുപ്പ് തല പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിന് കൈമാറി. ശാരീരികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ഷിജു പി തങ്കച്ചനെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ റേഷനിംഗ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ റേഷൻ കട സീൽ ചെയ്തു. പിന്നീട് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് റേഷൻ കട തുറന്നു കൊടുക്കുന്നതിന് ധാരണയായി. കട തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ രംഗത്തുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തും.